ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4ൻ്റെ ബാക്കി പോർഷൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് അനൽജസിക്സ് ആണ്. അനൽജസിക്സ് എന്ന് പറഞ്ഞാൽ അനൽജസിക്സ് ഓൾസോ കോൾഡ് പെയിൻ കില്ലേഴ്സ് ആർ മെഡിക്കേഷൻസ് ദാറ്റ് റിലീവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻ ഫ്രം ഹെഡ് ഏക്സ് ടു ഇഞ്ചുറീസ് ടു ആർത്രൈറ്റിസ്. അനൽജസിക്സ് എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഇവ തലവേദന മുതൽ പരിക്ക്, ആർത്രൈറ്റിസ് വരെ ഉള്ള വേദനകൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി അനൽജസിക്സ് റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ആൻഡ് ഒപ്പിയോയിഡ് അനൽജസിക്സ് ചേഞ്ച് ദ വേ ദ ബ്രെയിൻ പെർസീവ്സ് ദ പെയിൻ. അനൽജസിക്സ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, ആൻറ്റി ഇൻഫ്ലമേറ്ററി അനൽജസിക്സ് ശരീരത്തിലെ വീക്കം, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. രണ്ടാമത്തത് ഒപ്പിയോയിഡ് അനൽജസിക്സ് മസ്തിഷ്ക വേദന തിരിച്ചറിയുന്ന രീതി മാറ്റുന്നു. Opioids are powerful pain-relieving drugs derived from or mimicking opium, acting on brain receptors to block pain signals including morphine, oxycodone, oxycontin, and phenytoin, but carry high risk of dependence, addiction, and overdose, significantly fueling the ongoing opioid crisis, especially with the potent synthetic versions like fentanyl. Opioids are powerful pain-relieving drugs. ഒപ്പിയോയിഡ്സ് വളരെ ശക്തമായ പെയിൻ കില്ലേഴ്സാണ്. ഇവ ഒപ്പിയമിൽ നിന്നോ അതിനെപ്പോലെ പ്രവർത്തിക്കുന്നതിൽ നിന്നോ ആണ്. ഇവ ബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സിനെ പ്രവർത്തിച്ച് വേദനയുടെ സിഗ്നലുകൾ ബ്ലോക്ക് ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് മോർഫിൻ, ഓക്സിക്കോഡോൺ, ഫെനറ്റൈൻ. പക്ഷേ ഇവയ്ക്ക് അപകടങ്ങളുണ്ട്. അതായത് അഡിക്ഷൻ, അടിമപ്പെടുക, ഡിപ്പെൻഡൻസ്, ഓവർഡോസ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. അനൽജസിക്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു നോൺ-നാർക്കോട്ടിക് അനൽജസിക്സ് ആൻഡ് നർക്കോട്ടിക് അനൽജസിക്സ്. അനൽജസിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ നാർക്കോട്ടിക്, നോൺ അഡിക്റ്റീവ് അനൽജസിക്സും നാർക്കോട്ടിക് അനൽജസിക്സ് ആയിട്ട്. അതിൽ ഫസ്റ്റ് വൺ നോൺ നാർക്കോട്ടിക്, നോൺ അഡിക്റ്റീവ് അനൽജസിക്സ്. These are analgesics that neither produce sleep or unconsciousness nor addiction in any person using them. Paracetamol or acetaminophen. Acetamide is the most familiar example. Non-narcotic analgesics എന്ന് പറയുന്നത് these are analgesics that neither produce sleep or unconsciousness nor addiction. ഈ വിഭാഗത്തിലുള്ള മരുന്നുകൾ ഉറക്കമുണ്ടാക്കില്ല, അടിമപ്പെടുത്തില്ല. അതുകൊണ്ട് ഇവ സാധാരണ സുരക്ഷിതമാണ്. പാരസെറ്റമോളും അസറ്റോഫിനോമിനും ആണ് മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ. ഏറ്റവും സാധാരണമായിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് പാരസെറ്റമോളാണ്. പാരസെറ്റമോൾ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ പനി ഉണ്ടാകുമ്പോഴും പിന്നെ ചെറിയ വേദനകളൊക്കെ കുറയ്ക്കാനും നമ്മൾ പാരസെറ്റമോളാണ് കഴിക്കാറ്. ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആൻഡ് അതർ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് NSAIDs including ibuprofen, etricoxib, diclofenac, aceclofenac and naproxen belong to the class of non-narcotic. ഇതിൽ കാണുന്ന കെമിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് ഇബുപ്രൊഫോണിൻ്റെയും നാപ്രോക്സണിൻ്റെയും. ഈ മരുന്നുകളുടെ കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഇത് അവരുടെ രാസഘടന മനസ്സിലാക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. രണ്ടാമത്തെയാണ് നാർക്കോട്ടിക് അനൽജസിക്സ്. These are drugs that are potentially addictive, habit forming, which when administered in medicinal doses relieve pain and produce sleep. നാർക്കോട്ടിക് അനൽജസിക് എന്നത് അടിമപ്പെടാനുള്ള സാധ്യതയുള്ള മരുന്നുകളാണ്. എന്നാൽ ശരിയായ ഡോസിൽ കൊടുത്താൽ അത് വേദന കുറയ്ക്കുകയും ചെയ്യും, ഉറക്കമുണ്ടാക്കുകയും ചെയ്യും. These are mainly used for the relief of post-operative pain, cardiac pain, obstetric pain, terminal cancer pain. ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന മാറ്റാനും ഹൃദയവേദന, പ്രസവ സമയത്തെ വേദന, ക്യാൻസർ അവസാനഘട്ട വേദന എന്നിവയ്ക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. Morphine, codeine, a methyl ether of morphine, etc., referred to as opiates since they are obtained from the opium poppy, are typical examples for narcotic analgesics. മോർഫിൻ, കോഡൈൻ ഇവയെ ഒപ്പിയേറ്റ്സ് എന്ന് വിളിക്കുന്നു. കാരണം ഇവ ഒപ്പിയം പോപ്പി പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നവയാണ്. ഇവയാണ് ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഫോർ നർക്കോട്ടിക് അനൽജസിക്സ്. അതർ എക്സാമ്പിൾസ് ആർ ഹീറോയിൻ, ദ സിന്തറ്റിക് ഡയാഅസറ്റേറ്റ് എസ്റ്റർ ഓഫ് മോർഫിൻ, മെപ്പാരഡിയൻ, മെത്തഡോൺ, എക്സെട്ര. മറ്റുള്ള ഉദാഹരണങ്ങൾ ഇവയാണ്. ഇത് ശക്തമായ പെയിൻ കില്ലേഴ്സ് ആണ്. ഇൻ ഹയർ ഡോസസ് ദിസ് അനൽജസിക്സ് പ്രൊഡ്യൂസ് അൺകോൺഷ്യസ്നെസ്. ഇൻ മച്ച് ഹയർ ഡോസസ് ദേ പ്രൊഡ്യൂസ് stupor, ട്രാൻസ്, കോമ, സെഷ്യസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെത്ത്. ഇത് കൂടുതൽ ഡോസ് എടുത്തു കഴിഞ്ഞാൽ അൺകോൺഷ്യസ്നെസ്, ബോധക്ഷയം, അതിലും കൂടുതലായാൽ മയക്കം, ട്രാൻസ്, കോമ, സെയ്സസ്, ഫിറ്റ്സ്, അവസാനം മരണം വരെ സംഭവിച്ചേക്കാം.
അടുത്തതാണ് ആൻറ്റിബയോട്ടിക്സ്. എ പേഴ്സൺ ഫാൾസ് വിക്ടിം ടു ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് വൺ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് when the invading microorganisms multiply at a faster rate than that by which the body's immune system can destroy them. ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുമ്പോഴാണ്. Many organisms, bacteria, fungi and molds produce certain chemicals which inhibit the growth or metabolism of some other disease-causing microorganism. ചില മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, ഫംഗൈ, മോൾസ് ഇവ ചില കെമിക്കൽസ് ഉൽപ്പാദിക്കുന്നവ മറ്റു രോഗകാരികളായ ജീവികളുടെ വളർച്ച തടയുന്നു. Many of these can be made partly or completely by synthesis too. ഈ സബ്സ്റ്റൻസസ് നാച്ചുറലായി ലഭിക്കും അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നിർമ്മിക്കാനും കഴിയും. Such chemical compounds are known as antibiotics. ഈ തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിബയോട്ടിക്സ്. ബാക്ടീരിയയെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവയുടെ വളർച്ച തടയുക എന്നിവയാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇതെന്ന് പറയുന്നത്. An antibiotic is defined as a drug derived from certain microorganisms, bacteria, fungi and molds or produced wholly or partly by chemical synthesis which in low concentration inhibit the growth or destroy diseases causing microorganisms by intervening in their metabolic process. ആൻറ്റിബയോട്ടിക് എന്നത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ലഭിക്കുന്നതോ അല്ലെങ്കിൽ സിന്തസിസ് വഴി ഉണ്ടാകുന്നതോ ആയ മരുന്നാണ്. ഇത് ചെറിയ കോൺസെൻട്രേഷനിൽ പോലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ച തടയും അല്ലെങ്കിൽ അവയെ നശിപ്പിക്കും. ഇത് അവരുടെ മെറ്റബോളിസം ഇൻ്റർഫെയർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. The first antibiotic to be discovered was penicillin. Howard Florey and Ernest Stein, who isolated penicillin, and Sir Alexander Fleming, who discovered it, shared the Nobel Prize for Medicine and Physiology in 1945. ആദ്യം കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിനാണ്. പെൻസിലിനുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഹവാർഡ് ഫ്ലോറൈ, ഏർണസ്റ്റ് സ്റ്റെയിൻ. ഇവർക്ക് അതിനായിട്ട് 1945 നോബൽ പ്രൈസ് ലഭിച്ചു. കെമിക്കൽ സ്ട്രക്ചർ ഓഫ് പെൻസിലിൻ അതാണ് ഇവിടെ കാണുന്നത്. ദർ ആർ അറ്റ്ലീസ്റ്റ് 6 നാച്ചുറൽ പെൻസിലിൻ. പെൻസിലിൻ്റെ ആറിലധികം നാച്ചുറൽ ടൈപ്സ് ഉണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം R ഗ്രൂപ്പ് സ്ട്രക്ചർ മാത്രമാണ്. Ampicillin and amoxicillin are antibiotics that are synthetic modifications of penicillins. ആംബിസിലിനും അമോക്സിലിനെയും പെൻസിലിൻ്റെ സിന്തറ്റിക് മോഡിഫിക്കേഷൻ രാസപരിഷ്കാരം ചെയ്തതാണ്. അതായത് പെനിസിലിനെ മാറ്റം വരുത്തി കൂടുതൽ ഉപയോഗപ്രദമാക്കിയവയാണ് അമിസിലിനും അമോക്സിലിനും. അതിൻ്റെ എക്സാമ്പിൾസും 2-3 മാത്രം നോക്കി വെച്ചാൽ പഠിക്കാൻ പറ്റുന്നത് മാത്രം. Antibiotics can be classified broadly into 2 categories depending upon whether they have seedal killing effect or a static inhibitory effect on microorganisms. ആൻറ്റിബയോട്ടിക്സ് 2 വിഭാഗങ്ങളാണ്. സീഡൽ കില്ലിംഗ് ജീവികളെ കൊല്ലുന്നതും സ്റ്റാറ്റിക് ഇൻഹിബിറ്ററി വളർച്ച തടയുന്നതും. Bactericidal antibiotic kill the microorganism in the body directly. Example penicillin, ampicillin, amoxicillin of ബാക്ടീരിയയെ നേരിട്ട് കൊല്ലുന്നവയാണ് നമ്മൾ ബാക്ടീരിയസിഡൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പെനിസിലിൻ, ആംബിസിലിൻ, അമോക്സിലിൻ ഒക്കെ. ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിബയോട്ടിക്സ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ദ ബോഡി. ബാക്ടീരിയയുടെ വളർച്ച മാത്രം തടയും, നേരിട്ട് അതിനെ കൊല്ലുകയില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ടെട്രാസൈക്ലിൻ, ക്ലോറംഫെനിക്കോൾ ഒക്കെ. എക്സാമ്പിൾസ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ദ ക്യാപ്പബിലിറ്റി ഓഫ് വേരിയസ് ആൻറ്റിബയോട്ടിക്സ് ഇൻ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് invading microorganism is expressed in terms of their spectrum of action based on the range of microorganisms that are affected by them. ആൻറ്റിബയോട്ടിക്സ് എത്രത്തോളം ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് സ്പെക്ട്രം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏത് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ബാധിക്കുമെന്നും കാണിക്കുന്നു. Antibiotics which kill or inhibit a wide range of gram-positive and gram-negative bacteria etc. are said to be broad-spectrum antibiotics. Example ampicillin, amoxicillin, chlorophenicol, tetracycline etc. Antibiotics effective mainly against either gram-positive or gram-negative bacteria or a particular group are called narrow-spectrum antibiotics. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ഗ്രാം പോസിറ്റീവ് പ്ലസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ 2 തരത്തെയും ബാധിക്കും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് അമോക്സിലിൻ, ആംബിസിലിൻ, ടെട്രാസൈക്ലിൻ ഒക്കെ. നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബാക്ടീരിയയുടെ ഗ്രൂപ്പിനെ മാത്രം ബാധിക്കും. ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് മാത്രമോ. സ്പെസിഫിക്കായി പ്രവർത്തിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക്സ് പലതരത്തിലുണ്ട്. അവയുടെ പ്രവർത്തനം അനുസരിച്ച്, അതായത് ബാക്ടീരിയസിഡൽ കില്ലും ബാക്ടീരിയോസ്റ്റാറ്റിക് സ്റ്റോപ്പ് ഗ്രോത്തും. സ്പെക്ട്രം അനുസരിച്ച് ബ്രോഡ് സ്പെക്ട്രോ, നാരോ സ്പെക്ട്രോ. ഇത്രയാണ് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് പറയാനുള്ളത്.
Antacids. The walls of human stomach contain thousands of cells that secrete hydrochloric acid, the main purposes of which are to kill microorganisms and to aid digestion. മനുഷ്യൻ്റെ വയറിൻ്റെ ഭിത്തികളിൽ ആയിരക്കണക്കിന് കോശങ്ങളുണ്ടാകും. ഇവ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl സ്രവിക്കുന്നു. ഈ ആസിഡിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുക, ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുക. ഹൈപ്പർ അസിഡിറ്റി is a condition in which the level of acid in the gastric juices is excessive, causing discomfort like a burning sensation or heartburn and pain. ഹൈപ്പർ അസിഡിറ്റി എന്നത് വയറിലെ ആസിഡിൻ്റെ അളവ് കൂടുതലാകുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കത്തുന്ന പോലെ തോന്നുക, ഹാർട്ട് ബേൺ, വേദന, അസ്വസ്ഥതയാണ്. ഹൈപ്പർ അസിഡിറ്റി ഇഫ് നോട്ട് കൺട്രോൾ ലീഡ്സ് ടു അൾസേഴ്സ് ഇൻ ദ സ്റ്റൊമക്ക്. ഹൈപ്പർ അസിഡിറ്റി നിയന്ത്രിക്കാത്ത പക്ഷം വയറിൽ അൾസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. The drugs that provide relief from the symptoms of hyperacidity are known as antacids. ഹൈപ്പർ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റാസിഡുകൾ എന്ന് വിളിക്കുന്നത്. The most common ingredients in antacid drugs available are sodium hydrogen carbonate, calcium carbonate, aluminum hydroxide, magnesium hydroxide, etc., often in combination with other drugs like simeticone and anti-foaming agent to help break down gas bubbles in the stomach. സാധാരണയായി ആൻറ്റാസിഡുകളിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ആണ് ഇതൊക്കെ. കൂടാതെ സിമെറ്റിക്കോൺ പോലുള്ള മരുന്നുകളും ചേർക്കാറുണ്ട്. ഇത് വയറിലെ ഗ്യാസ് ബബിൾസ് പൊട്ടിക്കാൻ സഹായിക്കുന്നു. These antacids are available in tablet and syrup forms. ഈ ആൻറ്റാസിഡുകൾ ടാബ്ലറ്റ് രൂപത്തിലും സിറപ്പ് രൂപത്തിലും ലഭ്യമാണ്. ഉദാഹരണങ്ങൾ അസിഗോൺ, റിഫ്ലക്സ്, സെലൂസിൽ, etc. These drugs neutralize the excess acid in the stomach and raise the pH to the appropriate level. They do not, however, control the cause for the condition. ഈ മരുന്നുകൾ വയറിലെ അധിക ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് pH സാധാരണ നിലയിലേക്ക് ആക്കുന്നു. എന്നാൽ രോഗത്തിൻ്റെ കാരണം ഇവ നിയന്ത്രിക്കുന്നില്ല. Administering the above-mentioned antacid was the only treatment available to control hyperacidity until about 1970, and hyperacidity-related ulcers had to be removed by surgery when they become life-threatening. 1970 വരെ ഹൈപ്പർ അസിഡിറ്റിക്ക് പ്രധാന ചികിത്സ ആൻറ്റാസിഡുകൾ മാത്രമായിരുന്നു. ഗുരുതരമായ അൾസർ ഉണ്ടാകുമ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമായിരുന്നു. Around 1970, it was discovered that the chemical named histamine stimulated the secretion of pepsin and hydrochloric acid in the stomach, and that if the interaction of histamine with the receptors present in the stomach wall could be prevented, the cause for hyperacidity could be controlled. 1970 ഹിസ്റ്റാമിൻ എന്ന രാസവസ്തു വയറിൽ പെപ്സിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡും സ്രവിക്കാൻ കാരണമാണെന്ന് കണ്ടെത്തി. ഹിസ്റ്റാമിൻ വയറിൻ്റെ ഭിത്തിയിലെ റിസപ്റ്ററുകളുമായി ചേർന്ന് തടയുകയാണെങ്കിൽ ഹൈപ്പർ അസിഡിറ്റിയുടെ കാരണം നിയന്ത്രിക്കാം. This discovery enabled a remarkable breakthrough in the treatment of hyperacidity and led to the discovery of the drug that regulated acidity and prevented ulcer formation. ഈ കണ്ടെത്തൽ ഹൈപ്പർ അസിഡിറ്റിൻ്റെ ചികിത്സയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. ആസിഡ് നിയന്ത്രിക്കുകയും അൾസർ ഒഴിവാക്കുകയും ചെയ്യുന്ന പുതിയ രീതിയിലുള്ള മരുന്നുകൾ വികസിപ്പിച്ചെടുത്തു. The first drug to be discovered in the category was cimetidine Tegamet, which became the largest selling drug in the world until another drug, ranitidine Sandoz of this category, was discovered. ഈ വിഭാഗത്തിലെ ആദ്യ മരുന്ന് സിമെറ്റിഡിൻ ആയിരുന്നു. പിന്നീട് റാനിറ്റിഡിൻ കണ്ടെത്തി. ഇത് വളരെ ജനപ്രിയമായി. Nowadays, several drugs that are acidity regulators capable of preventing the root of hyperacidity are available. They include ഇന്നത്തെ കാലത്ത് ഹൈപ്പർ അസിഡിറ്റിയുടെ മൂലകാരണം നിയന്ത്രിക്കുന്ന നിരവധി മരുന്നുകൾ ലഭ്യമാണ്. ഇവയെ അസിഡിറ്റി റെഗുലേറ്റർ മരുന്നുകൾ എന്ന് വിളിക്കുന്നു. ഒന്നാമതാണ് സിമെറ്റിഡിൻ, ട്രേഡ് നെയിം ടാഗാമെറ്റ്, ഉൽസിബാൻ, സിമെറ്റിൻ, etc. ഈ മരുന്ന് ആസിഡ് സ്രവം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ രണ്ടാമത്തെയാണ് റാനിറ്റിഡിൻ, ട്രൈനാം സെൻഡാക്. ഇത് ആസിഡ് കുറയ്ക്കുന്ന മറ്റൊരു പ്രധാന മരുന്നാണ്. റാനിറ്റിൻ വയറിലെ ആസിഡ് കുറയ്ക്കുന്ന പ്രധാന മറ്റൊരു മരുന്നാണ്. പിന്നെ അതിൻ്റെ വ്യാപാര നാമങ്ങൾ, ട്രേഡ് നെയിമും കൂടെ നോക്കി നോക്കുക. പിന്നെ ഉള്ളത് ഒമേപ്രസോൾ, അത് ആസിഡ് നിർമ്മാണം ശക്തമായി കുറയ്ക്കുന്ന മരുന്നാണ്. പിന്നെ ഉള്ളത് എസോമോപ്രസോൾ, ഓമിപ്രസോളിൻ്റെ മെച്ചപ്പെടുത്തിയ രൂപമാണ് അത്. ഇത് ആസിഡ് നിയന്ത്രണത്തിൽ കൂടുതൽ ഫലപ്രദമാണ്. പിന്നെ ഇതിൽ റാബേപ്രസോൾ വയറിലെ ആസിഡ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മരുന്നാണ്. അതിൻ്റെ വ്യാപാര നാമങ്ങളും നോക്കുക. പിന്നെ ഉള്ളത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. മുകളിൽ പറഞ്ഞ ചില മരുന്നുകൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് PPI എന്നാണ് അറിയപ്പെടുന്നത്. ഈ വയറിലെ ആസിഡ് നിർമ്മാണം നേരിട്ട് തടയുന്നു. പിന്നെ ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മരുന്നുകളുടെ രാസഘടന, കെമിക്കൽ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഇത് Microbiologists use the Gram chain to place bacteria into two main categories, Gram positive and Gram negative.
സൂക്ഷ്മജീവശാസ്ത്രജ്ഞർ ഗ്രാം-സ്റ്റെയിൻ ടെക്സ്റ്റ് ഉപയോഗിച്ച് ബാക്ടീരിയ 2 ഭാഗങ്ങളായി തിരിക്കുന്നു: ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹാവ് എ തിക്ക് ലെയർ ഓഫ് peptidoglycan within the cell wall and gram negative bacteria have a thin layer of peptidoglycan. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ പാളി കട്ടിയുള്ളതാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഇത് ചെറിയ മൃദുവായ പാളിയാണ്. അടുത്ത ടോപ്പിക്കാണ് ആൻറ്റിഹിസ്റ്റാമിൻസ്. ആൻറ്റിഹിസ്റ്റാമിൻസ് ആർ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ടു ട്രീറ്റ് അലർജി സിംറ്റംസ്. ആൻറ്റിഹിസ്റ്റാമിനുകൾ അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് വിഭാഗമാണ്. ദിസ് മെഡിക്കേഷൻ ആർ യൂസ്ഡ് ടു ട്രീറ്റ് പ്രോബ്ലംസ് കോസ്ഡ് ബൈ ആൻ എക്സസ് ഓഫ് ഹിസ്റ്റാമിൻ, എ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഹിസ്റ്റാമിൻ കൂടുതലായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ആൻ അലർജി ഈസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ റിയാക്ഷൻ ടു സബ്സ്റ്റൻസ് അലർജൻസ് ദാറ്റ് ആർ യൂഷ്വലി നോട്ട് ഹാംഫുൾ. അലർജി എന്നത് സാധാരണയായി ഹാനികരമല്ലാത്ത വസ്തുക്കളോട് അലർജൻസ് ഉണ്ടാക്കുന്ന അതിർത്തിയായ പ്രതിരോധ പ്രതികരണമാണ്. ഇൻ someone with allergies, the immune response is oversensitive. അലർജിയുള്ള വ്യക്തികളിൽ പ്രതിരോധ സംവിധാനം അതിർത്തിയിൽ പ്രതികരിക്കും. When it recognizes an allergen, the immune system launches a response. Chemicals such as histamines are released. അപ്പോൾ ഹിസ്റ്റാമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. These chemicals cause allergy symptoms. ഈ രാസവസ്തുക്കളാണ് അലർജി ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്. Antihistamines treat allergy symptoms such as congestion, runny nose, sneezing or itching, swelling of the nasal passages, itchy, runny eyes, hives and other skin rashes. ആൻറ്റിഹിസ്റ്റാമിനുകൾ താഴെ പറയുന്ന അലർജി ലക്ഷണങ്ങൾക്ക് കുറയ്ക്കുന്നു: മൂക്കടപ്പ്, കൺജഷൻ, മൂക്കൊലിപ്പ്, റണ്ണി നോസ്, തുമ്മൽ, സ്നീസിങ്, ചൊറിച്ചിൽ, ഇച്ചിങ്, മൂക്കിനുള്ള വീക്കം, കണ്ണ് ചൊറിച്ചിൽ, വെള്ളം വരിക, ത്വക്കിലെ ചൊറിച്ചിൽ, പാടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ലിസ്റ്റ് ഓഫ് ആൻറ്റിഹിസ്റ്റാമിൻസും കൂടെ നോക്കുക. ദ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ദെയർ എക്സാമ്പിൾസ് ആർ ആസ് ഫോളോസ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുത്താൽ മതി. എല്ലാം ഇമ്പോർട്ടൻ്റ് ഒന്നും എക്സാമിനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം.